+2 ആദ്യത്തെ ലെസൺ എടുക്കുന്നത്. എന്റെ പേര് റുസ്മിജ. ഞാനിപ്പോ ജാമിയ മില്ലിയ ഇസ്ലാമിന്ന് MSc മാത്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ്, അതായത് PG മാത്സിൽ PG ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഫൈനൽ ഇയർ ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ലെസൺ നോക്കാം. ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ലെസൺ ആണ്. അപ്പൊ +2 ആദ്യത്തെ ലെസൺ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് റിലേഷൻസ് എന്ന് നോക്കാം. റിലേഷൻ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലെ? പലരും കേട്ടിട്ടുണ്ടാവില്ല ഈ പേര്. പക്ഷെ ഞാൻ വേറൊരു പേര് പറഞ്ഞുതരാം. ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന് പറയുന്ന വേറൊരു പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും ഓർമ്മ കിട്ടും. ക്രോസ് പ്രൊഡക്റ്റ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ക്രോസ് പ്രൊഡക്റ്റ് എന്താണെന്ന് പലരും കേട്ടിട്ടല്ല, എനിക്ക് പലരും ശരിയാണ്. പലരും ക്രോസ് പ്രൊഡക്റ്റ് എന്താണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് അറിയണം. അപ്പൊ ഈ ലെസൺ പഠിക്കുമ്പോൾ നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്, അതായത് നിങ്ങൾ +1 നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. എന്താണ് റേഞ്ച്, ഡൊമെയിൻ എന്താ, കോഡൊമെയിൻ എന്താ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. പലരും മറന്നുപോയിണ്ടാവും അല്ലെ? +2 ആയപ്പോ +1 പലരും മറന്നുപോയിണ്ടാവും അല്ലെ? പലർക്കും പഠിക്കുന്ന സ്പീഡിനേക്കാൾ കൂടുതൽ മറക്കലാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. പൊടി തെറ്റിയിരിക്കാം. നമ്മൾ മുമ്പ് പഠിച്ചത് എന്താണ് അത് നോക്കിയാൽ നമുക്ക് ഈ ലെസണിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം അത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലെ? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഞാൻ എന്ത് പേര് പറഞ്ഞു ഇതിനാ? ക്രോസ് പ്രൊഡക്റ്റ് എന്നും പറഞ്ഞു. ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു. നിങ്ങൾ പലരും ചിലപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് എന്നായിരിക്കും കേട്ടില്ല. അപ്പൊ ആദ്യം ഇതറിയണമെങ്കിൽ എന്ത് തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണെന്ന് അറിയണ്ടേ? നമ്പറുകൾ തമ്മിലാണോ അല്ലെ? എന്ത് തമ്മിലുണ്ട്? വേരിയബിൾസ് തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണോ? എന്താണെന്നൊക്കെ അറിയണ്ടേ? അപ്പൊ അതിന് നമ്മൾ ആദ്യം എന്തറിയണം? മുമ്പ് പഠിച്ച സെറ്റ് അറിയണം അല്ലെ? നമ്മ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഒരു സെറ്റ്, സെറ്റ് എങ്ങനെയൊക്കെയാ റെപ്രസെന്റ് ചെയ്യുന്നല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. നമുക്ക് എന്നാലും നോക്കാം എന്താണെന്ന്. സെറ്റ് എന്ന് പറയുന്നത് എന്താ? കാരണം സെറ്റ് അറിഞ്ഞാലേ നമുക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അറിയാൻ പറ്റും. സെറ്റ് എന്താ നോക്കാം. സെറ്റ് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാം? പഠിച്ചിട്ടില്ലേ? ഇങ്ങനെ ഫ്ലവർ ബ്രാക്കറ്റിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. സെറ്റിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടാവും? എങ്ങനെയൊക്കെ എഴുതാം? ഏത് എലമെന്റ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? ഇപ്പൊ ഞാൻ എഴുതണം 1 2 3 4 എന്ന് പറഞ്ഞ് ഞാൻ എഴുതണം. ഇതാണ് എന്റെ സെറ്റ്. ഈ സെറ്റിനെ ഞാൻ A എന്ന് വിളിച്ചപ്പോ എന്റെ സെറ്റ് എന്ന് പറയുന്നത് A ആണ്. എന്റെ Aയിൽ ആരൊക്കെ ഉണ്ട്? 1 2 3 4 4 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ സെറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സെറ്റ് എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ്. എപ്പോഴും സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് അല്ലെ? നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചില്ലേ +1? അതിന് മുമ്പൊക്കെ നമ്മൾ സെറ്റിനെ പറ്റി പഠിക്കുമ്പോൾ പഠിച്ചില്ലേ? ഞാൻ ഈ എലമെന്റ്സിലൊക്കെ ഞാൻ എന്താണ് റെപ്രസെന്റ് ചെയ്യുക? എനിക്കിപ്പോ ഇതിൽ 1 2 3 അല്ലേ ഇഷ്ടമുള്ള പോലെ എഴുതാം. ഇപ്പൊ ഞാൻ എന്റെ B എന്ന് പറഞ്ഞൊരു സെറ്റ് എടുക്കാം. അതിൽ എന്റെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ A B C D ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് മനസ്സിലായി അല്ലെ? ഇത് ക്യാപിറ്റൽ ലെറ്ററും ഇത് സ്മോൾ ലെറ്ററും. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇതിന് മനസ്സിലായത്? സെറ്റ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. പക്ഷെ ഈ സെറ്റിലെ എലമെന്റ്സ് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? എലമെന്റ്സിനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അതാണ് ബേസിക് ഡിഫറൻസ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നതാണ് നിങ്ങൾ. അപ്പൊ സെറ്റ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് എപ്പോഴും ഏത് സെറ്റ് വെക്കണം. നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? C എന്ന് കൊടുക്കാം, സെറ്റിന് D കൊടുക്കാം, Z കൊടുക്കാം, ഇഷ്ടമുള്ള ആൽഫബറ്റ്സ് കൊടുക്കാം. പക്ഷെ എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കണം മാത്രം. അപ്പൊ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. ഇനി ഞാൻ ചോദിക്കട്ടെ, സെറ്റിൽ എഴുതുന്ന നമ്പറിന്റെ ഓർഡറിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ? ഞാൻ കോമന്റ് ഇട്ട് എഴുതേക്കണേ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ ചോദിക്കാം. ഞാനിപ്പോ ഒരു സെറ്റ് എഴുതാനേ, എല്ലാവരും ശ്രദ്ധിക്കണേ. ഞാനൊരു സെറ്റ് എഴുതാനുണ്ട്. A = സെറ്റ് എന്ന് പറയുന്നത് 1 2 3. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാണ്, ഞാൻ B എന്ന് പറഞ്ഞൊരു സെറ്റ് എടുക്കണം. B എന്ന് പറയുന്നത് 2 3 1. എന്നിട്ട് ഞാൻ ചോദിക്കാണ്, ഈ Aയും Bയും സെയിം ആണോ? അതാണ് എന്റെ ചോദ്യം. ഈ Aയും Bയും സെയിം ആണോ? സെയിം ആണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. Aയില് 1 2 3 ആണോ ഉള്ളത്? എന്റെ Bയിൽ ആരൊക്കെ ഉള്ളത്? 2 3 1. നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മൂന്നിലും അല്ല, 2 സെറ്റിലും എന്താ 3 എലമെന്റ്സ് വെച്ചിട്ടുള്ളത്. എന്റെ എലമെന്റ്സ് ആരൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. 1 2 3. ഇതിലും ആരാ? 1 2 3. അപ്പൊ എന്താ ഇതേ എലമെന്റ്സ് തന്നെ ഉള്ളത്. ഇനി ഞാൻ C എടുത്തിട്ട് ഞാൻ പറയാണ് 3 2 1. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ Aയും Bയും Cയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് മൂന്നും ഒരേ തന്നെയാണോ? കാരണം ഇതിന്റെ എലമെന്റ്സ് ആരല്ലേ? 1 2 3 തന്നെയല്ലേ? 1 2 3. ഓർഡർ മാറിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞാണ് എന്റെ ഈ എഴുതിയിരിക്കുന്ന 3 സെറ്റ്, ഈ 3 സെറ്റ്
സെറ്റും ഈക്വൽ ആണ്. A equal to B equal to C എന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. ഞാൻ എടുത്ത ഈ 3 സെറ്റും ഈക്വൽ ആണ്. ഇതിനിപ്പോ എന്താ മനസ്സിലായത് എനിക്ക് അല്ലെ? ഞാൻ 3 സെറ്റ് എടുത്തു, അതിലത്തെ എലമെന്റ്സ് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് മാറ്റി എഴുതി അല്ലെ? അത്രയല്ലേ ഞാൻ ചെയ്തിട്ടുണ്ട്, വേറെ എന്തെങ്കിലും ചെയ്തോ? ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിയിട്ടേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പറയുന്നത് ഈ 3 സെറ്റും ഈക്വൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സെറ്റ് എന്ന് പറയുന്നത് ഓർഡറിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല. ഏത് ഓർഡറിൽ എഴുതിയാലും സെറ്റ് സെയിം തന്നെ ആയിരിക്കും അല്ലെ? എലമെന്റ്സ് മാറാൻ പാടില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതിലൊരു ഫോറും കൂടെ എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആവില്ല. എലമെന്റ്സ് മാറാൻ പാടില്ല, പക്ഷെ എലമെന്റ്സ് ഏത് ഓർഡറിൽ എഴുതിയാലും നിങ്ങളുടെ സെറ്റ് സെയിം ആയിരിക്കും. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്. ഓർഡർ പെയർ അല്ലെ, നിങ്ങൾ കേട്ടിട്ടില്ല ഓർഡർ പെയർ? അതിലെങ്ങനെ ഇതുപോലെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ ഇല്ലയോ? ഞാൻ എഴുതുന്നു ഒരു ഓർഡർ പെയർ AB. ഞാനിപ്പോ എന്തിനൊക്കെ പറയണം, നമ്മളിതിലൊക്കെ റിലേഷൻസ് പറയുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് ഓർഡർ പെയർ AB ഞാൻ എഴുതി. ഈ ഞാൻ എന്തെങ്കിലും ഓർഡർ പെയർ B എഴുതണം. എന്നിട്ട് ഞാൻ ചോദിക്കും, ഞാൻ ഇതിന് കോമിറ്റ് എഴുതിയിരിക്കുന്നത് അല്ലെ? മറ്റേ സെറ്റും കോമിറ്റ് എഴുതും. മറ്റേ സെറ്റിലാണ് ഞാൻ എങ്ങനെ എഴുതും? A, B എന്ന് പറഞ്ഞ് ഞാൻ എഴുതും അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഓർഡർ പെയർ ABയും ഓർഡർ പെയർ BA ഈക്വൽ ആണോ? ആയിരിക്കോ? ഈക്വൽ ആയിരിക്കോ? ആലോചിക്കേ. പലർക്കും സംശയം ഉണ്ടാവും അല്ലെ? നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് കാണിക്കാം. ഈ ഓർഡർ പെയർ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതുന്നത് ഓർഡർ പെയർ AB ഓർഡർ പെയർ BA ഇത് നമുക്ക് എന്താണ് ഈക്വൽ ആണോ എന്നാണ് നമുക്ക് അറിയണം. ഞാനൊരു ഗ്രാഫ് വരച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്രാഫ് വരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ പോയിന്റ്സ് മാർക്ക് ചെയ്തു 0, 1, 2, 3. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു 1, 2, 3. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ AB എന്നത് മനസ്സിലാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? A ആയിട്ടൊരു 1ഉം B ആയിട്ടൊരു 2 എടുത്തു. സ്വാഭാവികമായിട്ട് ഇവിടെ A1 B എന്തായി 2 ആയി. അപ്പൊ ഇതെന്തായി? ഓർഡർ പെയർ 1, 2 ഓർഡർ പെയർ 2, 1. ഇനി ഇത് ഈക്വൽ ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ? നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ട്. അപ്പൊ സംശയം മാറാൻ ഏറ്റവും നല്ലത് ഈ ഒരു രീതിയാണ്. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രാഫിൽ മാർക്ക് ചെയ്യാൻ അറിയാം അല്ലെ? നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചതല്ല അല്ലെ? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. അപ്പൊ ഓർഡർ പെയർ 1, 2 അതായത് ഇതെന്റെ എക്സ് ആക്സിസ് ആണ്, ഇതെന്റെ വൈ ആക്സിസ് ആണ്. അപ്പൊ എക്സില് 1ഉം വൈയില് 2 അതാണ് എന്റെ ഓർഡർ പെയർ കണ്ടത്. അതായത് എക്സില് ഞാൻ 1 എടുക്കണം, വൈയില് ഞാൻ 2 എടുക്കണം. ഈ 2 പോയിന്റ്സ് ഞാൻ എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ എന്താ 1ന് ഞാനിങ്ങനെ വരച്ചു തുടങ്ങാം. ഇവിടെ എത്തുമ്പോ നിർത്തണം, 2 എത്തുമ്പോ നിർത്തണം ഞാനല്ലേ? കാരണം എന്താ എന്റെ ഓർഡർ പെയർ 1, 2 ആണ്. എക്സിന് 1 എടുത്തു ഞാൻ, വൈയിൽ ഞാൻ 2 എടുത്തു. അപ്പൊ ഈ പോയിന്റ് എനിക്ക് എന്ത് കിട്ടി? 1, 2. ഇതാണ് എന്റെ ഓർഡർ പെയർ 1, 2. ഇനി നമുക്ക് ഇത് നോക്കാം. അതായത് എക്സ് ആക്സിസിന് 2ഉം വേണം, വൈ ആക്സിസിന് 1ഉം വേണം. അപ്പൊ എക്സില് 2 മാർക്ക് ചെയ്ത് എവിടെ വരും? ഇവിടെയാണ് എക്സില് 2. ഇനി വൈയിൽ എന്താ വേണ്ടത്? 1 അല്ലെ? 2, 1 എന്ന ഓർഡർ പെയർ അല്ലേ? ഞാൻ വൈയില് 1 എടുത്തു. അപ്പൊ എന്താ ഞാൻ 2ന് ഞാൻ ഡോട്ടഡ് ലൈൻസ് എടുത്തു പോയി, 1ന് പോയി. രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാ? ഇതാണ് അല്ലെ? അപ്പൊ ഇതാണ് എന്റെ 2, 1. ഇപ്പൊ നോക്കിയ മക്കളെ സെയിം ആയത്. എന്റെ 1, 2 എന്നുള്ളത് ഇവിടെ വരുന്ന ഒരു പോയിന്റ് ആണ്. 2, 1 എന്ന് പറഞ്ഞത് ഇവിടെ വരുന്ന പോയിന്റ്. രണ്ടും സെയിം അല്ല അല്ലെ? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത് സെയിം അല്ല. നമുക്ക് എന്ത് മനസ്സിലായി? 1, 2 എന്ന് പറഞ്ഞത് നോട്ട് ഈക്വൽ ടു 2, 1 ആണ്. A, B എന്ന് പറഞ്ഞപ്പോ എന്താണ് പറയുക? ജനറൽ ആയിട്ട് ഇത് നോട്ട് ഈക്വൽ ടു B, A ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? സെറ്റ് എടുത്തു കഴിഞ്ഞാൽ സെറ്റിൽ ഇപ്പൊ നമ്മള് ഒരു സെറ്റ് A ഈക്വൽ ടു A, B എന്ന് എഴുതിയാലും അതേ ഒരു വേറൊരു സെറ്റ് B ഈക്വൽ ടു B, A എന്ന് എഴുതിയാലും A ഈക്വൽ ടു B ആണെന്ന് ഞാൻ പറയും. ഈ 2 സെറ്റും ഈക്വൽ ആണെന്ന് പറയും. കാരണം എന്താണ്? സെറ്റിൽ എഴുതുന്ന ഓർഡറിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല. എങ്ങനെ എഴുതിയാലും ശരിയാണ്. പക്ഷെ ഞാൻ പറയും ഓർഡർ പെയർ A, B എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ഓർഡർ പെയർ B, A ആണ്. ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പലരും ചിലപ്പോൾ തെറ്റിക്കും. അപ്പൊ തെറ്റിക്കാണ്ടിരിക്കാനാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത്. അപ്പൊ ഇത് മറക്കരുത് കേട്ടോ. സെറ്റിന് ഏത് ഓർഡറിൽ ചെയ്താലും പ്രശ്നമുണ്ട്. പക്ഷെ ഓർഡർ പെയർ അപ്പൊ പേരിൽ തന്നെ ഇല്ലേ ഓർഡർ പെയർ ആണ്. അതിൽ തന്നെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. A, B ഒരിക്കലും B, Aയോട് ഈക്വൽ അല്ല കേട്ടോ. നമുക്ക് ടോപ്പിക്കിലോട്ട് കുറച്ചൊക്കെ വരാം. അപ്പൊ എന്താണ് നമ്മൾ തുടങ്ങി വരുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനാ പറയുന്നത് അല്ലെ? അപ്പൊ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഞാൻ സെറ്റിനെ പറ്റി എല്ലാം പറഞ്ഞത്. നമുക്ക് തിരിച്ചെന്തിലോട്ട് വരാം? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലോട്ട് വരാം. ഞാൻ എന്തിനാ സെറ്റിനെ പറ്റി പറഞ്ഞത്?
ഞാൻ പറഞ്ഞില്ലേ പ്രൊഡക്റ്റ് കാണണം അല്ലെ. അപ്പൊ എന്തിന്റെ പ്രൊഡക്റ്റ് ആണ് വേണ്ടത്? സെറ്റുകൾ തമ്മിലുള്ള ക്രോസ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ്, ചിലർ ചിലപ്പോ ക്രോസ് പ്രൊഡക്റ്റ് എന്നുള്ള വാക്യത്തിന് കേട്ടിട്ടുണ്ടാവാം. രണ്ടും ഒരേതാണ്, വേറൊരു പേരിലേ ഉള്ളൂ. ഞാൻ തൽക്കാലം ഒരു സെറ്റ് എടുക്കുകയാണ്. സെറ്റ് എ ഈക്വൽ ടു 1 2 3. സെറ്റ് ബി എന്ന് പറഞ്ഞത് ഞാൻ എന്തെടുത്തു? ഓർഡർ പെയർ 1,2 എടുത്തു. ബി എന്ന് പറയുന്ന സെറ്റില് 1,2 2 എലമെന്റ്സേ ഉള്ളൂ. ഇതിൽ 3 എലമെന്റ്സ് ഉണ്ട്. ഇനി ക്രോസ് പ്രൊഡക്റ്റ് കാണുന്ന ആര് തമ്മിലാ? ഈ രണ്ട് സെറ്റുകൾ തമ്മിലാണ് ക്രോസ് പ്രൊഡക്റ്റ് കാണുന്നത്. അപ്പൊ എങ്ങനെ ഇരിക്കും നോക്കാം. അപ്പൊ ഞാൻ എന്ത് എഴുതും? എ ക്രോസ് ബി എന്ന് എഴുതും. ഇതാണ് എന്റെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി എങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാം അറിയോ? ഇതിനൊരു ഐഡിയ ഉണ്ടോ? എ എന്ന് പറഞ്ഞ സെറ്റിന് ബി എന്ന സെറ്റിനോട് ക്രോസ് ചെയ്യണം, പ്രൊഡക്റ്റ് കാണുക. അപ്പൊ അതെന്താ? ഈ 1 ഇതിനോട് ക്രോസ് ചെയ്യും, 1 ആയിട്ട് ക്രോസ് ചെയ്യും. പിന്നെ ഇതേ 1 തന്നെ ഞാൻ 2 ആയിട്ട് ക്രോസ് ചെയ്യും. കഴിഞ്ഞോ? ഇതൊരു അവസാനിപ്പിക്കാൻ പറ്റോ? ഇല്ല. ഞാനൊക്കെ 2 3 ഇല്ലേ? ഇതേ സ്റ്റെപ്പിന് 2 ആദ്യം തന്നെ 1 ക്രോസ് ചെയ്യാം. പിന്നെ ഇതേ 2 തന്നെ 2 കൊണ്ട് ക്രോസ് ചെയ്യാം. നമുക്ക് എഴുതി നോക്കാം. എപ്പോഴും എഴുതുമ്പോ ഓർഡർ പെയർ ആയിട്ട് എഴുതും കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ 1 കൊണ്ട് ഞാൻ ക്രോസ് ചെയ്യണം. പ്രൊഡക്റ്റ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും, അത്രേ ഉള്ളൂ. സെറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഓർഡർ പെയർ ആയിട്ട് എഴുതും. അതേ ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ എന്ത് വന്നു? ആദ്യത്തെ ഓർഡർ പെയർ എന്ത് വന്നു? 1 1 ആണ്. അതായത് ഇതിൽ തന്നെ ഇതൊക്കെ മാറ്റി പറയാം, മനസ്സിലാവില്ല. അപ്പൊ ഇതിലത്തെ ആദ്യത്തെ എലമെന്റും ഇതിലത്തെ ആദ്യത്തെ എലമെന്റും തമ്മിൽ ഞാൻ ആദ്യം ക്രോസ് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് വന്നു? 1 1 അല്ല. അപ്പൊ 1,1 വന്നു. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ 1 അയച്ചിട്ട് രണ്ടാമത്തെ എലമെന്റിനെ ക്രോസ് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് വന്നു? 1,2 വന്നു. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ +1 പഠിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തത് എന്താ? ഇതിന്റെ രണ്ടാമത്തെ എലമെന്റിനെ വെച്ചിട്ട് ഇതിന് രണ്ടിനെ ക്രോസ് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 2,1 കിട്ടി അല്ലെ. ഇനി അടുത്തത് എന്താ ചെയ്യുന്നത്? ഞാൻ അടുത്ത എലമെന്റിനെ വെച്ചിട്ട് ചെയ്യുന്നു. 2,2 കിട്ടി. അപ്പൊ എനിക്ക് ഇനി ഈ ഒരു എലമെന്റ് കൂടെ ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. 3, എന്ത് വരും? ആദ്യത്തെ എലമെന്റ് വെച്ചിട്ട് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 വരും അല്ലെ. ഇതോടുകൂടി കഴിഞ്ഞോ? ഇല്ല. ഇനി ഈ മൂന്നാമത്തെ എലമെന്റും ഇതിലത്തെ ലാസ്റ്റ് എലമെന്റും തമ്മിൽ 3,2. ഇപ്പൊ എന്ത് കഴിഞ്ഞു? എ ക്രോസ് ബി എന്ന് പറഞ്ഞത് എയിലും ബിയിലും ഉള്ള എല്ലാ എലമെന്റ്സിനെയും ക്രോസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതില് എല്ലാ എലമെന്റ്സിനും ഇനി പോസിബിൾ ആയിട്ട് എന്തെങ്കിലും കേസ് ഉണ്ടോ? അല്ലെ, ഇനി ഒന്നുമില്ല അല്ലെ. ഇത്ര തന്നെ ഉള്ളൂ. നമുക്ക് എ ഉണ്ടായിരുന്നു, ബി ഉണ്ടായിരുന്നു. നമ്മൾ ഓരോ എലമെന്റ്സിനെ വെച്ച് ക്രോസ് ചെയ്തു അല്ലെ. ആദ്യം 1 എടുത്തു, മറ്റേ 2 ക്രോസ് ചെയ്തു. പിന്നത്തെ 2 എടുത്തു, പിന്നത്തെ ബാക്കി 2 നമ്മൾ ക്രോസ് ചെയ്തു. പിന്നെ നമ്മൾ 3 എടുത്തിട്ട് ബാക്കി 2 ക്രോസ് ചെയ്തു അല്ലെ. അപ്പൊ ഇത്രയും കേസസ് ഉള്ളൂ. ഇതിവിടെ കഴിഞ്ഞു. ഇതിനെ പറയുന്നതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ്. ഇനി ആലോചിച്ചാലും പറഞ്ഞു കൊടുക്കില്ല എന്താണ് ക്രോസ് പ്രൊഡക്റ്റ്? രണ്ട് സെറ്റുകൾ തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്ത് പറയും? അതിനെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് നോക്കാം. ഇനി നമുക്ക് റിലേഷൻ എന്താണെന്ന് അറിയണം അല്ലെ. റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണം എന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് വരും. എന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ ഒരു സബ്സെറ്റ് ആണ്. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ട് അല്ലെ. ഒരു സെറ്റ് സബ്സെറ്റ് നമ്മൾ എപ്പോഴും പഠിക്കില്ലേ? ഡിവിഷൻ സബ് ഡിവിഷൻ. അപ്പൊ എന്താ? വലിയൊരു ഡിവിഷന്റെ കുഞ്ഞൊരു സംഭവം, അതിന്റെ താഴെ വരുന്നതല്ലേ സബ് ഡിവിഷൻ, ക്ലാസ് സബ് ക്ലാസ് എല്ലാം അല്ലേ. വലിയൊരു സംഭവത്തിന്റെ കുഞ്ഞു വരുന്നത്. അപ്പൊ ഈ സെറ്റ് എന്താ? സെറ്റില് സബ്സെറ്റും സെറ്റും എന്താന്ന് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അവിടെ ഒരു വലിയൊരു സെറ്റ് വരയ്ക്കാനേ, ഇതിലൂടെ ഒരു കുഞ്ഞു സെറ്റ് വരയ്ക്കുന്നു. ഞാൻ ഇതിനെ എ എന്ന് പറഞ്ഞു, ഇതിനെ ബി എന്ന് പറഞ്ഞു. ഇതിന്റെ അകത്ത് ഞാൻ പറയുന്നത് ഒരു 1 4 5 ഉണ്ട്. ഇതിന്റെ അകത്ത് ഒരു 2 ഉണ്ട്, 3 ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ഒരു 6 ഉണ്ട്. ഇത്ര എലമെന്റ്സ് ഉണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ആരാ സെറ്റ്? എ എന്ന് പറഞ്ഞത് ഈ സെറ്റ് ആണ് കേട്ടോ. എ എന്ന് പറഞ്ഞത് ഈ സെറ്റ് ആണ്. ബി എന്ന് പറഞ്ഞത് മൊത്തത്തിലുള്ളൊരു സെറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ആരാ സെറ്റ്, ഇതിൽ ആരാ സബ്സെറ്റ്? പറയാൻ പറ്റോ? ഭയങ്കര എളുപ്പമാണോ? ഒന്നുമില്ല. നോക്കിയോക്കെ, എ എന്ന് പറഞ്ഞ സെറ്റ് ഇത്ര എലമെന്റ്സ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ മൊത്തമുള്ള സെറ്റാണ്. ഇതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഇതിൽ സെറ്റ് ആരാ സബ്സെറ്റ് ആരാ? പേര് തന്നെ ഉണ്ട് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിന്റെ ഒരു കുഞ്ഞു സംഭവം അല്ലേ. അപ്പൊ ഇതിൽ ആരെങ്കിലും കുഞ്ഞു സംഭവം ആരാണ്?
എ ആണ്. അപ്പൊ ബി എന്ന് പറഞ്ഞിരിക്കും എന്റെ വലിയ സെറ്റ്. ആ വലിയ സെറ്റിന്റെ ഉള്ളിൽ വരുന്ന വേറൊരു സെറ്റാണ് എ. അപ്പൊ ഈ എ എന്ന് പറയുന്നത് ആരാണ്? ബിയുടെ സബ്സെറ്റ് അല്ലേ? നമുക്ക് എന്ത് പറയാം? എ സബ്സെറ്റ് ബി. എ എന്ന് പറഞ്ഞത് ബി എന്ന് പറഞ്ഞ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലായത്? ഇതിപ്പോ എനിക്ക് ഇങ്ങനെ വരച്ച കാരണല്ലേ മനസ്സിലായത്? വലിയൊരു സെറ്റിന്റെ ഉള്ളിലാണ് ഈ സെറ്റ് വരുന്നത്. ഇപ്പൊ പടമൊന്നുമില്ലെങ്കിൽ എനിക്ക് എങ്ങനെ മനസ്സിലാവും? ഇത്ര കാര്യം നോക്കിയാൽ മതി. നമ്മുടെ എ എന്ന പറഞ്ഞ സെറ്റിൽ ആരൊക്കെ ഉണ്ട്? എന്റെ എ എന്ന് പറഞ്ഞ സെറ്റിൽ ആരൊക്കെ ഉണ്ട്? ഒരു 1 ഉണ്ട്, ഒരു 4 ഉണ്ട്, ഒരു 5 ഉണ്ട് അല്ലെ? ഇത്രയും പേരല്ലേ ഉള്ളൂ എ എന്ന് പറഞ്ഞ സെറ്റിൽ? 1 4 5 ഇത്രയേ ഉള്ളൂ. ഇനി ബി എന്ന് പറഞ്ഞ സെറ്റിൽ ആരുണ്ട്? പലരും ഇപ്പൊ ഒരു മണ്ടത്രയും ചെയ്യും. എന്താ ചെയ്യാന്നറിയോ? ബി എന്ന് പറഞ്ഞ സെറ്റ് 2 3 6 ഇത് മാത്രം മാർക്ക് ചെയ്യുള്ളൂ. ശരിയാണോ? ഈ വലിയ വട്ടത്തിനുള്ളിലല്ലേ ഈ കുഞ്ഞു വട്ടം വരുന്നത്? അപ്പൊ അതും കൂടെ നമ്മൾ എഴുതണ്ടേ? അപ്പൊ ബിയിൽ ആർക്കുണ്ട്? ഈ 3 എലമെന്റ്സ് മാത്രല്ല കേട്ടോ, ഇതും ഈ വലിയ വട്ടത്തിന്റെ ഉള്ളിലല്ലേ വരുന്നത്. അപ്പൊ ഇതും 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 ഈ 3 കൂടി ഉണ്ട് ബി എന്ന് പറഞ്ഞ സെറ്റിൽ. പിന്നെ ബിയിൽ ആരൊക്കെ ഉണ്ട്? 1 ഉണ്ട്. 1ന്റെ ഉള്ളിൽ തന്നെ അല്ലേ? ബിന്റെ ഉള്ളിൽ തന്നെ അല്ലേ കിടക്കുന്നത്? അപ്പൊ 1 വരും, 2 വരും അല്ലെ? 2 ഉണ്ട്. 3 ഇല്ലേ ബിയില്? 3 ഉണ്ട്. പിന്നെ ആരാ? 4 വരൂലേ? 4 വരും അല്ലെ? എന്റെ ബി എന്ന് പറഞ്ഞ സർക്കിളിന്റെ ഉള്ളിൽ തന്നെ അല്ലേ വരുന്നത്. അപ്പൊ 4ഉം വരും, 5ഉം വരും, 6ഉം വരും അല്ലെ? കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞെന്താ? എ എന്ന് പറഞ്ഞതാണ് ബിയുടെ സബ്സെറ്റ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എയിലെ ഓരോ എലമെന്റ്സും എടുക്കാം. ഞാൻ ആദ്യത്തെ എലമെന്റ് 1 എടുത്തു. 1 ബിയിലില്ലേ? ഉണ്ട്. എന്റെ സബ്സെറ്റിലെ ഓരോ എലമെന്റ്സും ഞാൻ എടുക്കാം. എത്ര എലമെന്റ്സ് ഉള്ളേ അത് ഓരോന്ന് ഞാൻ എടുക്കാം. അപ്പൊ എയില് ഞാൻ 1 എടുത്തിട്ട് ഞാൻ നോക്കാണ് ബിയിലുണ്ടോ? ബിയിലില്ലേ? ഉണ്ട് അല്ലെ? ബിയില് 1 ഉണ്ട്. ഞാൻ അടുത്ത എലമെന്റ് നോക്കി. അപ്പൊ എന്താ? ഇതുണ്ട്. ഞാൻ അടുത്ത എലമെന്റ് ഞാൻ 4 എടുത്തു. എന്നിട്ട് ഞാൻ നോക്കാണ് 4 എന്ന് പറയുന്നത് എന്റെ വലിയ സെറ്റിലുണ്ടോ? 4 ഉണ്ട് അല്ലെ? അപ്പൊ 4ഉം ഉണ്ട്. 5 ഉണ്ടോ? ഇനി 5ഉം ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ 5 ഉണ്ട്. അപ്പൊ എനിക്ക് എന്ത് പറയാം? എയിലുള്ള എല്ലാ എലമെന്റ്സും തന്നെ ബിയിലും ഉള്ളത് കൊണ്ട് ബിയുടെ ഒരു സബ്സെറ്റ് ആണ്, ബിയുടെ ചെറിയൊരു സെറ്റ് ആണ് എ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു സെറ്റും ചെറിയൊരു സെറ്റും ഉണ്ട്. അപ്പൊ ഈ ചെറിയ സെറ്റില് എത്രയൊക്കെ എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സ് എല്ലാവരും ആ വലിയ സെറ്റിൽ വേണം, അതായത് ആ സെറ്റിൽ വേണം. അപ്പോഴേ നമുക്ക് ഒരു വലിയ സെറ്റിന്റെ ചെറിയ സെറ്റിനെ സബ്സെറ്റ് എന്ന് വിളിക്കാൻ പറ്റും. ക്ലിയർ ആയില്ലേ? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ചോദിക്കാം. ഞാൻ എ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെടുത്തു? ഒരു 1 4 6 എടുത്തു കേട്ടോ. ഇതിൽ തന്നെ എ എന്ന് പറഞ്ഞത് 1 4 6 എടുത്തു. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് എന്റെ ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന സെറ്റ് മാറിയിട്ടില്ല. 1 2 3 4 5 6 ആണ്. ഇനി ഞാൻ ചോദിക്കുകയാണ് എ 1 4 6 ആണ്. ഇത് നിന്റെ സബ്സെറ്റ് ആണോ? എ സബ്സെറ്റ് ബി ആണോ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. എ സബ്സെറ്റ് ബി ആണോ? ആയിരിക്കോ? നോക്കിയേ, എന്ത് നോക്കണം? എ സബ്സെറ്റ് ഓഫ് ബി ആണോ നോക്കണം. അപ്പൊ എ സബ്സെറ്റ് ആണോ നോക്കാം. എന്തായാലും സബ്സെറ്റ് ഇട്ട് ആദ്യത്തെ എലമെന്റ് എടുക്കാം. 1 എടുക്കാം. 1 ഉണ്ട്. 4 എടുക്കാം. 4 ഉണ്ടോ? ഉണ്ട്. 6 എടുക്കാം. 6 ഉണ്ടോ? ഉണ്ട്. അപ്പൊ എനിക്ക് എന്ത് പറയാം? എ സബ്സെറ്റ് ബി എന്ന് പറയാം. ഞാൻ സി എന്ന് പറഞ്ഞ സെറ്റ് എടുക്കാൻ. സി എന്ന് പറയുന്നത് 1 7 6 ഇത്ര എലമെന്റ്സ് ആണ്. ഇനി സി സബ്സെറ്റ് ഓഫ് ബി ആണോ എന്ന് എനിക്ക് നോക്കേണ്ടത്. സി സബ്സെറ്റ് ഓഫ് ബി. ഈ സിമ്പിൾ കണ്ടിട്ട് ആരും പേടിക്കലായിട്ട്. ഇത് പറഞ്ഞാൽ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യാനുള്ള സിമ്പിൾ ആണ്. ചെറിയൊരു സി, വലിയ സി അല്ല, ചെറിയൊരു സി പോലെ എഴുതുന്നതാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നോക്കുന്നത് സി സബ്സെറ്റ് ബി ആണോ എന്നാണ് എനിക്ക് നോക്കേണ്ടത്. അപ്പൊ എന്ത് നോക്കണം? സിയിലുള്ള എലമെന്റ്സിന് നോക്കാം. അതിന്റെ വലിയ സെറ്റ് ബി അല്ലേ? ഞാൻ ആദ്യത്തെ എലമെന്റ് എടുത്തു. എന്തെടുക്കണം? 1 എടുത്തു. 1 ഇവിടെ ഇല്ലേ? ബിയിലില്ലേ? ഉണ്ട്. 7 എടുത്തു. 7 ഉണ്ടോ? 7 ഇല്ല. കാരണം 6 വരെ ഉള്ളൂ അല്ലെ? അപ്പൊ ഈ ഇല്ല, ഈ നമ്പർ ഇല്ല, 7 ഇല്ല. 6 എടുത്താലോ? 6 ഉണ്ട്. അപ്പൊ എന്റെ ഈ 2 ഉണ്ട്, പക്ഷെ 7 ഇല്ല. ഇല്ലാത്തൊരു നമ്പർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ ഇത് തെറ്റാണ്. എന്റെ സി ബിയുടെ സബ്സെറ്റ് അല്ല. കാരണം എന്താ? സിയിൽ ഇല്ലാത്തൊരു എലമെന്റ് വന്നു എന്റെ കയ്യിൽ. അപ്പൊ ബിയുടെ സബ്സെറ്റ് ആണ് സി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ സെറ്റ് എന്താ, സബ്സെറ്റ് എന്താ എന്നൊക്കെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലോട്ട് വരാം. റിലേഷൻ. എന്താണ് റിലേഷൻ എന്ന് വരാം. ഞാൻ റിലേഷൻ എപ്പോഴും 6 വെച്ചിട്ടാ റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. റിലേഷൻ എന്ന് പറയുന്നത് റിലേഷൻ ഞാൻ റിലേഷൻ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക R എന്ന ലെറ്റർ വെച്ചിട്ടാണ്. ക്യാപിറ്റൽ R ആയിരിക്കും എപ്പോഴും റിലേഷൻ. ഞാൻ പറയണം എന്റെ ഒരു റിലേഷൻ R എന്ന് പറയുന്നത് ഓർഡർ പെയർ E, B ആണ്. സച്ച് ദാറ്റ് A is equal to B ആണ് ഞാൻ പറയുന്നത്. എയും ബി ഒക്കെ എവിടെ വന്നിട്ടാ?
എ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നും ബി എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നും. ഇതാണ് ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നത്. ഈ റിലേഷൻ എപ്പോഴാണെങ്കിലും മാറാം കേട്ടോ. എനിക്ക് വേണമെങ്കിൽ എ ഈക്വൽ ടു ബി പ്ലസ് 1 എന്ന് എഴുതാം, എ ഈക്വൽ ടു ബി ഇൻറ്റു 2 എന്ന് എഴുതാം, ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. റിലേഷൻ നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ ജനറൽ ഫോർമാറ്റ് ആണ്. എങ്ങനെയാ നോക്കാൻ, അതായത് ആർ എന്ന് പറഞ്ഞ റിലേഷൻ എന്നുള്ളത് ഓർഡർ പെയർ എ കോമ ബി. അപ്പൊ എന്താണ് എപ്പോഴും ഒരു ഓർഡർ പെയർ ആയിട്ടാണ് ഉണ്ടാവുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും റിലേഷൻ എ കോമ ബി എന്നോ എ ഈക്വൽ ടു ബി എന്നോ എ ഈക്വൽ ടു ബി പ്ലസ് 1 എ ഈക്വൽ ടു 2 ടൈംസ് ബി എന്നോ അങ്ങനെ എന്തോ ആവാം. ഇനി എയും ബിയും എവിടെ നിന്ന് വരുന്നതായിരിക്കണം, ഏതെങ്കിലും രണ്ട് സെറ്റിൽ നിന്ന് വരുന്നതായിരിക്കണം അല്ലെ. രണ്ട് സെറ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്, എന്നാലല്ലേ എനിക്ക് എയും ബിയും തമ്മിലുള്ള റിലേഷൻ പറയാൻ പറ്റും അല്ലെ. രണ്ട് സെറ്റ് ഉണ്ടെങ്കിലല്ലേ എനിക്ക് ഈ സെറ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ രണ്ട് സെറ്റ് വേണം. അപ്പൊ നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാൻ എന്റെ എ എന്ന് പറഞ്ഞ സെറ്റില് ഞാൻ എന്തെടുത്തു 1 2. അപ്പൊ എന്റെ എ എന്ന് പറഞ്ഞ സെറ്റ് ഞാൻ എന്ത് ചെയ്തു 1 2 3 എന്നെടുത്തു. ഞാൻ ബി എന്ന് പറഞ്ഞ സെറ്റ് 1 2 എടുത്തു കേട്ടോ. എനിക്ക് എന്റെ റിലേഷൻ ആണ് കാണുന്നത്. അപ്പൊ റിലേഷൻ കാണാൻ എപ്പോഴും എളുപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഏത് റിലേഷൻ കാണാനും ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്ത് വെക്കാം. അപ്പൊ എന്താ എന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഞാൻ ചെയ്യാൻ പോകും കേട്ടോ. എനിക്ക് എ എന്ന് പറഞ്ഞ സെറ്റും ഉണ്ട്, ബി എന്ന് പറഞ്ഞ സെറ്റും ഉണ്ട് അല്ലെ, രണ്ട് സെറ്റ് ആവുന്നു. ഞാൻ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കാണാം. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എ ക്രോസ് ബി. ആദ്യം ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. അപ്പൊ എന്റെ എ ക്രോസ് ബി ആരൊക്കെ ഉണ്ടാവും അല്ലെ, നമ്മൾ നേരത്തെ കണ്ട പോലെ അല്ലെ. ആദ്യത്തെ എലമെന്റ് ആയിട്ട് ക്രോസ് ചെയ്യാം, ആദ്യത്തെ എലമെന്റും രണ്ടാമത്തെ എലമെന്റ് ആയിട്ട് ക്രോസ് ചെയ്യാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, ഓർഡർ പെയർ 1 1 അല്ലെ. ഇനി 1 2 കിട്ടും, 1 2 കിട്ടും. അതിനുശേഷം എന്ത് നോക്കണം, രണ്ടാമത്തെ എലമെന്റ് ആയിട്ട് ക്രോസ് ചെയ്യാം. രണ്ടാമത്തെ എലമെന്റ് 2 1. അതിനുശേഷം 2 2 ചെയ്യാം, 2 2. ഇനി എനിക്ക് ആരുണ്ട് 3 1 ഉം 3 2 ആണ് ഉള്ളത്. അപ്പൊ ഞാൻ അതും കൂടെ എഴുതി 3 1 3 2. ഇതാണ് എന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അഥവാ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അതിൽ സംശയമൊന്നുമില്ലല്ലോ, ഇതാണ് എന്റെ ക്രോസ് പ്രൊഡക്റ്റ്. ഇനി ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്റെ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, എന്റെ ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഓർഡർ പെയർ എ കോമ ബി ഈസ് ഈക്വൽ ടു എ ഈക്വൽ ടു ബി സച്ച് ദാറ്റ് എ എന്ന് പറഞ്ഞ കാർഡിൽ നിന്ന് വരുന്നതാ, എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് വരുന്നതും ബി എന്ന് പറഞ്ഞ എലമെന്റ് വരുന്നത് എന്താണ്, ബിയിൽ നിന്ന് സെറ്റിൽ നിന്ന് വരുന്നതാണ് അല്ലെ. അപ്പൊ എനിക്ക് വരുന്നത് എ ഈക്വൽ ടു ബി, അതായത് ഞാൻ ഏതൊരു എ എടുത്താലും ആ ബിയോട് ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് നോക്കാം അങ്ങനെ ആരൊക്കെയുള്ളത്, ഓർഡർ പെയർ എ ബി, അതായത് എ കോമ എ എന്ന രീതിയിൽ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ 1 1 ആണ് ആദ്യത്തെ ഓർഡർ പെയർ. അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ല അല്ലെ. കാരണം എന്താ, നമുക്കറിയാം 1 = 1 ആണ് അല്ലെ. 1 = 1 ആകും. എനിക്ക് എന്ത് കിട്ടി, ഇതാണ് എന്റെ എ, ഇതാണ് എന്റെ ബി. എല്ലാം ഇങ്ങനെ എടുക്കുന്നത്, റിലേഷനിലുള്ള എല്ലാ എലമെന്റ്സും ഓർഡർ പെയർ എ കോമ ബി എന്നുള്ള രീതിയിലല്ലേ എടുക്കുന്നത്. അപ്പൊ എനിക്ക് എന്ത് പറയാം, എന്റെ എ ഈക്വൽ ടു ബി ആണെന്ന് പറയാം അല്ലെ. അതായത് എന്റെ എയും ബിയും ഇവിടെ 1 ആയിരുന്നു, 1 = 1 ആണ്. അപ്പൊ ഈ ഇക്വേഷൻ എന്തെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ എന്റെ റിലേഷനിൽ ആര് വരും, റിലേഷൻ എന്ന് പറഞ്ഞാൽ ആറിൽ 1 1 വരും. ഇനി അടുത്തത് നോക്കാം, 1 ഉം 2 ആണ്. അപ്പൊ അതായത് 1 എന്ന് പറയുന്നത് എന്റെ എയും 2 എന്ന് പറയുന്നത് ബിയും ആണ്. ഇനി നോക്കിയേ, എ ഈക്വൽ ടു ബി ആണോ, 1 = 2 അല്ലെ. 1 not equal to 2 ആണ്, 1 ഉം 2 ഉം ഈക്വൽ അല്ല, അപ്പൊ അത് വരില്ല. ഇനി അടുത്ത നോക്കാം, 2 ഉം 1 ആണ്. 2 = 1 ആണോ, അല്ല അല്ലെ. ഇനി 2 ഉം 2 ആണ്, 2 = 2 അല്ലെ. ഇതെന്റെ എ ആണ്, ഇതെന്റെ ബി ആണ്. അപ്പൊ എ = ബി ആണെങ്കിൽ നമുക്ക് നോക്കണ്ടത് എന്താ, എ = ബി ആണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, ആ പേരും കിട്ടി, 2 2 കിട്ടി. ഇനി ഏതെങ്കിലും വരോ, 3 ഉം 1 ആണ്, 3 1 ഈക്വൽ അല്ല. 3 ഉം 2 ആണ്, അതും വരോ, അതും വരില്ല. കാരണം എന്താ, 3 ഉം 2 ഈക്വൽ അല്ല. പിന്നെ റിലേഷനിൽ ആരൊക്കെ വന്നു, ഈ രണ്ട് എലമെന്റ്സ് മാത്രമേ, രണ്ട് ഓർഡർ പെയർസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ റിലേഷൻ ഇങ്ങനെ എടുത്തതുകൊണ്ട്. അപ്പൊ റിലേഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ, ഞാൻ എന്റെ സെറ്റ് എടുത്തു, എന്നിട്ട് ഞാൻ എന്റെ സെറ്റിനെയും കൂടെ റിലേറ്റ് ചെയ്തത് എങ്ങനെ, ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചു അല്ലെ. എ ബിയോട് ഈക്വൽ ആണെങ്കിൽ അതാണ് എന്റെ റിലേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് എന്താ, പുതിയൊരു സംഭവം കിട്ടി അല്ലെ. ഞാനിവിടെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും എലമെന്റ്സ് ഉണ്ടായിരുന്നു അല്ലെ. ഇത്ര 4 ഉം 2 ഉം 6 എലമെന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ റിലേഷനിൽ എത്രയേ ഉള്ളൂ, 2 പേരേ ഉള്ളൂ. നമുക്ക് പല രീതിയിൽ റിലേഷൻ എടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് എന്താണ് റിലേഷൻ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് കേട്ടോ ജനറൽ ആയിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
ഇത് ജസ്റ്റ് ഓർത്ത് വെക്കുക. അതായത് റിലേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർഡർ പെയർ ആയിട്ടാണ് നമ്മൾ കാണിക്കുക. അതായത് ഓർഡർ പെയർ ആയിരിക്കും എപ്പോഴും ഓർഡർ പെയർ A, B. ഇഷ്ടമുള്ളത് എഴുതാം. നിങ്ങൾ എയും ബിയും തന്നെ വേണമെന്ന് വിചാരിക്കേണ്ട. X, Y എന്ന് എഴുതാം. ഇഷ്ടമുള്ള ആൽഫബറ്റ്സ് എഴുതാം. എപ്പോഴും നോക്കേണ്ടത് ചെറിയ ലെറ്റേഴ്സ് ആയിരിക്കും ഇവിടെയെല്ലാം. കാരണം എന്താ, അതിൽ നമുക്ക് ആ കൺഫ്യൂഷൻ ആയി പോകില്ലേ. സെറ്റും ക്യാപിറ്റൽ ലെറ്റർ, ഇതും ക്യാപിറ്റലൊക്കെ ഏതാ സെറ്റ് ചെയ്താൽ കൺഫ്യൂഷൻ ആവില്ലേ. അപ്പൊ ഓർഡർ പെയറൊക്കെ എപ്പോഴും എന്താ എലമെന്റ്സ് ഒക്കെ സ്മോൾ ലെറ്റേഴ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. സച്ച് ദാറ്റ് ഇത് രണ്ട് കുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ സച്ച് ദാറ്റ് കണ്ടീഷനാണ് പറയുന്നത്. ഓർഡർ പെയർ A, B സച്ച് ദാറ്റ് A ഈക്വൽ ടു B. ഈ റിലേഷൻ എപ്പോ വേണമെങ്കിലും മാറാം. നേരത്തെ പറഞ്ഞില്ലേ എന്തും ആവാൻ റിലേഷൻ. A ഈക്വൽ ടു 2B എന്നാവാൻ വേണമെങ്കിൽ ഇത് എന്തും ആവാൻ റിലേഷൻ. സച്ച് ദാറ്റ് ഈ A എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് വരുന്നതായിരിക്കണം. B എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ B എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് വരുന്നതായിരിക്കും. നമുക്ക് ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കാം. എത്ര ടൈപ്സ് റിലേഷൻസ് ഉണ്ട്, ഏതൊക്കെ റിലേഷൻസ് ആണ് ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ട്രിവിയൽ ആയിട്ടുള്ള രണ്ട് റിലേഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അതായത് ട്രിവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളിപ്പോ ഏതൊരു സെറ്റ് എടുത്തു നോക്കിയേ, ആ സെറ്റിന് കമ്പൽസറി ആയിട്ട് എന്ത് വന്നാലും രണ്ട് ടൈപ്പ് ഓഫ് റിലേഷൻ ഉണ്ടാകും. അങ്ങനത്തെ രണ്ട് റിലേഷനെ പറ്റി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ റിലേഷൻ ആണ് എംപ്റ്റി റിലേഷൻ. എംപ്റ്റി റിലേഷൻ ഈ പേരിൽ തന്നെ ഉണ്ടല്ലേ. എംപ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒന്നുമില്ല അല്ലെ, ഒന്നുമില്ലാത്ത റിലേഷൻ. ഒന്നുമില്ലാത്ത റിലേഷൻ പിന്നെ പഠിക്കേണ്ടതിനെ പറ്റി നിങ്ങൾ വിചാരിക്കണ്ടാവും അല്ലെ. അല്ല എല്ലാം അറിഞ്ഞിരിക്കണ്ടേ. ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് എത്രയൊക്കെ ടൈപ്പ്, അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ 0 എന്ന് പറഞ്ഞൊരു നമ്പർ എടുത്തു, 0നെ ഞാൻ ഇതിന്റെ കൂടെ കൂട്ടിയാൽ എന്താ ആ നമ്പർ തന്നെയാണ് 2 തന്നെയാണ്. അതുപോലത്തെ ഒരു കേസാണ് എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത്. അതായത് അതെല്ലാവരുടെ കൂടെ ഉണ്ടാവും അല്ലെ. 0 നമുക്ക് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എന്താണ് 1 എന്ന് പറയുമ്പോൾ 1 + 0 1 തന്നെയാണ്. മൾട്ടിപ്ലിക്കേഷന്റെ കേസ് എങ്ങനെ നമ്മൾ പറയും അല്ലെ, 1 × 1. അപ്പൊ എന്താ 1 × 1 1 ആണ്, 2 × 1 എന്താണ് 2 ആണ് അല്ലെ. അതേപോലെ തന്നെയാണ് പറയുന്നത്. അതായത് ഏതൊരു നമ്പറിന്റെ കൂടെ എനിക്ക് 1 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അത് തന്നെയാണ് വ്യത്യാസം അല്ലെ. അതേപോലെ തന്നെ എംപ്റ്റി റിലേഷൻ. എന്താണ് എംപ്റ്റി റിലേഷൻ നോക്കാം. ഞാൻ പറയുന്നത്, ഞാൻ ഈ എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവണം എക്സാമ്പിൾ പറഞ്ഞത്. ഞാൻ A എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്തു. എന്റെ അകത്ത് 1 2 3 ആണ് ഉള്ളത്. ഞാൻ A ആയിട്ട് തന്നെ ക്രോസ് ചെയ്യട്ടോ. A ക്രോസ് A ചെയ്യാണ്. A ക്രോസ് A ചെയ്യാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യാന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ A വീണ്ടും എടുത്ത് എഴുതിക്കോ. 1 2 3 വീണ്ടും എടുത്തൊന്ന് എഴുതിക്കോ കേട്ടോ. നിങ്ങൾ എപ്പോഴും ഭംഗിയിലൊക്കെ വെച്ചോട്ടോ. അപ്പൊ ഞാൻ എന്ത് എഴുതി, ക്രോസ് ചെയ്യണം. 1 2 3 1 2 3 എടുത്ത് ക്രോസ് ചെയ്യണം. എനിക്ക് എന്തൊക്കെ വരും, 1 1 1 2 1 3 പിന്നെ ആരൊക്കെ വരും 2 1 അല്ലെ. നേരത്തെ ചെയ്ത പോലെ 2 1 2 2 2 3 2 2 2 3 പിന്നെ വരുന്നത് 3 1 3 2 3 3. ഇത്ര എലമെന്റ്സ് ആണ് എനിക്ക് വരുന്നത് കേട്ടോ. ഞാൻ A ആയിട്ടാണ് ക്രോസ് ചെയ്തത്. വേറെ സെറ്റ് ഒന്നും എടുത്തില്ല, A ആയിട്ടാണ് ക്രോസ് ചെയ്തത്. എന്നിട്ട് ഞാൻ എന്റെ റിലേഷൻ ഞാൻ ഡിഫൈൻ ചെയ്യണേ. ഞാൻ ഇങ്ങനെ ഒരു റിലേഷൻ പറയണേ. എന്റെ റിലേഷൻ R is equal to order pair A, B such that A plus B is greater than 15. അതായത് ഞാൻ ഏതൊരു A യും ഏതൊരു B എടുത്താലും അതെല്ലാം 15-നേലും വലിയ നമ്പറാണ്. such that A, B എന്ന് പറയുന്നത് belongs to capital A. അതായത് എയും ബിയും എവിടെ നിന്ന് വരുന്ന ആൾക്കാരാണ്, എന്റെ സെറ്റായ എയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. നമുക്ക് നോക്കി നോക്കാം ശരിയാണ്. അപ്പൊ ഞാനൊരു ഇപ്പൊ ഇതാണ് എന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലെ. അപ്പൊ ഞാൻ ഇത് നോക്കാം. എയും ബി ആഡ് ചെയ്ത് 15 വരുന്നുണ്ടോ. ഇവിടെ 1 1 ആഡ് ചെയ്ത് എത്ര വരുള്ളൂ, 2 വരുള്ളൂ എനിക്ക് അല്ലെ. 1 1 ആഡ് ചെയ്ത് എനിക്ക് 2 വരുള്ളൂ. ഇനി 1 2 ആഡ് ചെയ്ത് നോക്കിയാൽ എനിക്ക് എത്ര വരാം, 3 വരും. 1 3 ആഡ് ചെയ്ത് എനിക്ക് 4 വരും. 2 1 ആഡ് ചെയ്ത് 3 വരും. ഇത് ആഡ് ചെയ്ത 4. 2 + 3 5 ആണ്. 3 + 1 4 ആണ്. 3 + 2 5 ആണ്. 3 + 3 6 ആണ്. അപ്പൊ ഇപ്പൊ എന്റെ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും നമ്പേഴ്സ് ഇവിടെ ഉണ്ടോ, ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടോ. ഞാൻ പറയുന്നത് ഏതെങ്കിലും, ഇതെല്ലാം എന്റെ എയും ബിയും ആണ് അല്ലെ. ഇരിക്കുന്ന എല്ലാ നമ്പറും എന്താ എന്റെ എ ആണ് ബി ആണ്. ഏതെങ്കിലും ഒരു എയും ബിയും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് 15 കൂടുതലായിട്ട് കിട്ടുന്നുണ്ടോ, കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് എന്ത് പറയാം, എന്റെ ഈ റിലേഷൻ R എന്ന് പറഞ്ഞാൽ എന്തില്ല, ഒന്നുമില്ല അല്ലെ. ഇതാണ് റെപ്രസെന്റ് ചെയ്യണത്. ഫൈ എന്ന് പറയും. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഫൈ എന്നാണ് ഇതിനെ പറയാം.
അങ്ങനെ ചുമ്മാ ഒരു വട്ടിട്ടിട്ടൊരു വര വരയ്ക്കുക, അത്രേ ഉള്ളൂ. ഫൈ എന്ന് പറയുന്നത് ഇതിന്, അതായത് ഫൈ നൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? നൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത വാല്യൂ, സീറോ വാല്യൂ, നൾ വാല്യൂ. നൾ റിലേഷൻ അല്ലെങ്കിൽ എം ടി റിലേഷൻ പറയാം, ഒന്നുമില്ല. അപ്പൊ ഇതാണ് എന്റെ എം ടി റിലേഷൻ. അപ്പൊ ഞാൻ പറയണേ ഈ റിലേഷൻ, അതായത് സീറോ എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്തിട്ട് 0,0 എല്ലാത്തിലും ഉണ്ടെന്ന് എനിക്ക് പറയാലോ. അതേപോലെയാണ് ഈ എം ടി റിലേഷൻ. ഏതൊരു റിലേഷൻ എടുത്താലും അതിന്റെ കൂടെ എന്തായാലും ഉണ്ടാവും. ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്ത റിലേഷൻ ആണ് യൂണിവേഴ്സൽ റിലേഷൻ. നമ്മൾ എം ടി റിലേഷൻ പറഞ്ഞു അല്ലെ? അത് ഞാൻ ഏതൊരു റിലേഷൻ എടുത്താലും അങ്ങനത്തെ ഒരു കണ്ടീഷൻ അവിടെ ഇല്ല. അപ്പൊ എന്തെങ്കിലും ഒറ്റ എലമെന്റ്സും ഇല്ല. അപ്പൊ അങ്ങനത്തെയാണ് നമ്മൾ എം ടി റിലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് രണ്ടാമത്തെ ടൈപ്പാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യത്തെ നമ്മൾ പറഞ്ഞല്ലേ എം ടി റിലേഷൻ, അതെങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാ? റിലേഷൻ ആണെന്ന് പറഞ്ഞത് ഫൈ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ഇനി നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സൽ റിലേഷൻ എന്താണെന്നാണ്. എന്താണ് ഈ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്? ഞാൻ ഏതെങ്കിലും ഒരു സെറ്റ് എടുത്തിട്ട് ഞാൻ പറയുന്നത് ആ സെറ്റിലെ എല്ലാ എലമെന്റ്സും ആ സെറ്റിനോട് തന്നെ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ആ സെറ്റിനോട് തന്നെ ഒരു റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു റിലേഷൻ ആണ് അല്ലെ? ഞാൻ പറയുമ്പോൾ കൺഫ്യൂഷൻ ആണ്. ഞാൻ എക്സാമ്പിൾ അടിച്ചെടുത്ത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഞാനൊരു സെറ്റ് എ എടുത്തു, സെറ്റിന്റെ അകത്തെ എലമെന്റ്സ് ഒരു 1, 2, 3 എടുത്തു. അപ്പൊ ഞാൻ നേരത്തെ കണ്ട പോലെ തന്നെ എ ആയിട്ട് ഞാൻ ക്രോസ് ചെയ്യണം, ഞാൻ ക്രോസ് പ്രൊഡക്റ്റ് കാണുന്നു. അഥവാ ഞാൻ എന്താ ഇതിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കാണണം. എ ക്രോസ് ഞാൻ ചെയ്യാം, നമുക്ക് എന്താ കിട്ടാം? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ വീണ്ടും എ എടുക്കുക അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പം കിട്ടിയില്ലെങ്കിലോ ഞാൻ തുടക്കല്ലേ. അപ്പൊ ഞാൻ ക്രോസ് ചെയ്യുമ്പോൾ എന്താ 1 ഫിക്സ് ചെയ്താൽ 1,1, 1,2, 1,3 ഇങ്ങനെയല്ലേ വരാം. അപ്പൊ ഞാൻ സ്പീഡിൽ എഴുതി എല്ലാവരും എഴുതി വെക്കി, പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടല്ലേ. 1,2, പിന്നെ 1,3, പിന്നെ എനിക്ക് ആരാ ഉള്ളത്? 2,1, 2,2, 2,3, പിന്നെ എനിക്ക് ആരാ ഉള്ളത്? 3,1, 3,2, 3,3. ഇത്രയും എലമെന്റ്സ് ആണ് എന്റെ ഈ ക്രോസ് ചെയ്ത് വരുന്നത്. ഈ യൂണിവേഴ്സൽ റിലേഷൻ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകാം. റിലേഷൻ എപ്പോഴും ഞാൻ R എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തു. എന്റെ റിലേഷൻ എങ്ങനെയാകണം യൂണിവേഴ്സൽ റിലേഷൻ ആകുമ്പോ? സെറ്റ് ഓർഡർഡ് പെയർ A, B സച്ച് ദാറ്റ് നമുക്ക് ഇഷ്ടമുള്ള റിലേഷൻ എടുത്തു കേട്ടോ. യൂണിവേഴ്സൽ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെടുത്തു? A plus B greater than 0 such that A, B, എയും ബിയും എന്തിൽ നിന്ന് വരുന്നതാണ്? A എന്ന് പറഞ്ഞതിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നത് എന്റെ റിലേഷൻ എന്ന് പറയുന്നത് ഓർഡർഡ് പെയർ A, B. അപ്പൊ നോക്കി, എല്ലാം ഓർഡർഡ് പെയർ ആയിട്ടല്ലേ ഇവിടെ എടുക്കുന്നത്? എന്റെ ക്രോസ് പ്രൊഡക്റ്റില് എല്ലാം ഓർഡർഡ് പെയർ ആയിട്ടല്ലേ എടുക്കുന്നത്? അപ്പൊ ഈ എല്ലാ ഓർഡർഡ് പെയർസിലും എങ്ങനത്തെ മാത്രം ഞാൻ എടുക്കണം? A plus B greater than 0. അതായത് ഞാൻ എയും ബിയും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ 0നേക്കാൾ കൂടുതൽ കിട്ടണം. നമുക്ക് നോക്കാം ഏതൊക്കെ വരുന്നത് എന്റെ ഈ റിലേഷനിൽ. ഞാൻ മുകളിൽ എഴുതാട്ടോ, എനിക്ക് കാണില്ല. ഞാൻ മുകളിൽ എഴുതാണ് എന്റെ ആറില് ആരൊക്കെ വരും എന്ന് നമുക്ക് നോക്കാം. എല്ലാത്തിലും എന്താ? ഇതാണ് എന്റെ എ, ഇതാണ് എന്റെ ബി അല്ലെ? അടുത്തതിലും എന്താണ്? ഇതാണ് എന്റെ എ, ഇതാണ് എന്റെ ബി. അതിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ. എല്ലാം ഓർഡർഡ് പെയർ A, B ആയിരിക്കും. അപ്പൊ 1 + 1 എനിക്ക് എന്തായിട്ട് നമുക്ക് ഇനി കൂട്ടി നോക്കാം. 1 + 1 എന്ത് കിട്ടി? എനിക്ക് 2 കിട്ടി. 2 എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? 2 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ എനിക്ക് ഇതെടുക്കാം. ഞാൻ ഇത് ചൂസ് ചെയ്തു 1,1. ഇനി അടുത്ത് നോക്കിയേ 1,2 ആണ്. 1,2 1 + 2 ഇത് ആഡ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? 3 കിട്ടും. 3 എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? 3 3 വരുന്നതാണ്. അപ്പൊ എനിക്ക് എന്താ ഈ കേസും എടുക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 1,2. അങ്ങനെ നിങ്ങൾ നോക്കിയേ അടുത്തത് എന്താ? 1,3. അപ്പൊ അത് ആഡ് ചെയ്ത് എന്താ? 1 + 3 4 കിട്ടും. 4ഉം ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ എനിക്ക് 1,3 കിട്ടി. നിങ്ങളൊന്ന് നോക്കിയേ എല്ലാ എലമെന്റ്സും നോക്കിയേ. 2 + 1 3 ആയിരിക്കും അല്ലെ? 2 + 1 3 ആണ്. 2 + 2 4 ആണ്. 2 + 3 5 ആണ്. ഇതെന്താ? 3 + 1 എന്താണ്? 4 ആണ്. 3 + 2 5, 3 + 3 6. ഈ എല്ലാ നമ്പേഴ്സും ഗ്രേറ്റർ ദാൻ 0 അല്ലേ? എല്ലാം 0 വരും. അപ്പൊ എന്ത് വരും? എന്റെ മൊത്തം സെറ്റ് തന്നെ വരും അല്ലെ? 1,3. പിന്നെ ആർക്ക് വരും? 2,1 വരും. 2,2, 2,3. പിന്നെ ആരൊക്കെ വരും? ബാക്കിയുള്ളത് അല്ലെ? 3,1, 3,2, പിന്നെ 3,3. അപ്പൊ ഇപ്പൊ എന്ത് മനസ്സിലായി? ഞാനൊരു റിലേഷൻ എടുത്തപ്പോ ഞാൻ ഇങ്ങനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്തപ്പോ അതിൽ ആരൊക്കെ വന്നു? എന്റെ ക്രോസ് പ്രൊഡക്റ്റ്, എന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? A ക്രോസിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അവരെല്ലാവരും വന്നു അല്ലെ? എല്ലാവരും എന്റെ റിലേഷനിൽ വന്നു. ഇങ്ങനെ വരുമ്പോ എല്ലാവരും വരുമ്പോ അതെ ഞാൻ ഇവിടെ എടുത്തത് എല്ലാം വന്നില്ല. ഒരെണ്ണം പോലും കുറവില്ലല്ലോ.
വരുമ്പോൾ നമ്മൾ എന്ത് പറയും? അതിന് യൂണിവേഴ്സൽ റിലേഷൻ ആണെന്ന് പറയും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഏതൊരു റിലേഷൻ എടുത്താലും ഏതൊരു സെറ്റ് എടുത്താലും നമുക്ക് എന്ത് പറയാം? ആ റിലേഷൻ എല്ലാം എം ടി റിലേഷനും പിന്നെ യൂണിവേഴ്സൽ റിലേഷനും ഉണ്ടാകും. ഈ യൂണിവേഴ്സൽ റിലേഷനും എം ടി റിലേഷനും ട്രിവിയൽ ആയിരിക്കും. ഏതൊരു റിലേഷൻ എടുത്താലും നമുക്ക് ഇത് ഉണ്ടാകും. അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പിക്കോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് പഠിക്കാൻ പോകുന്നത് 3 ഇമ്പോർട്ടന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ